ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഡിറാങ്ങിലാണ്. ഡിറാങ് എത്തിയിട്ടില്ല, എന്നാലും ഡിറാങ്ങിൻ്റെ ആ ഒരു ഭാഗത്ത് തന്നെ ഉള്ളത്. അപ്പോൾ നമ്മളെ ടെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹായ് ഭയ്യ കേസോ ഏ വീഡിയോ അപ്പൊ ഈ ഒരു കടയുടെ ഫ്രണ്ടിലാണ് നമ്മൾ ടെന്റ് അടിച്ചേട്ടാ. അപ്പൊ ആള് കട കാര്യങ്ങളൊക്കെ തുറന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ചായ കൊണ്ടുവന്ന് തന്നിട്ടാ. അപ്പൊ ചായ പുള്ളി രാവിലെ ചായ തന്ന് എനിക്ക് മാഗിയൊക്കെ ഉണ്ടാക്കണേന്ന് എന്താ പറഞ്ഞ പാവം ചായ കുടിച്ചിട്ടിരിക്കുന്നുണ്ടാ. അതുപോലെ തന്നെ പുള്ളി എനിക്ക് വേണ്ടി മാഗി ഉണ്ടാക്കുന്നുണ്ട്. കട ഇപ്പൊ തുറന്നുള്ളൂ കേട്ടാ. ഇതിന്റെ താക്കോലൊക്കെ നമ്മുടെ കയ്യിലാർന്ന്. പുള്ളി വന്ന് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ടാവുന്നേട്ടാ. അങ്ങനെ പുള്ളി പുറത്തുനിന്ന് താക്കോലെടുത്ത് ഇപ്പൊ തുറന്നേ ഉള്ളൂ. ഇനിയിപ്പോ ഇത് കഴിച്ച് ടെന്റൊക്കെ മടക്കി വെച്ച് പുള്ളിനോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് ഒന്ന് ഇറങ്ങണം കേട്ടോ. എന്തായാലും മാഗി വരട്ടെ, നമുക്ക് ഞാൻ കാണിച്ചിട്ടാ. അങ്ങനെ നമ്മളെ ചൂടുള്ള മാഗി വന്നിട്ടാ. ഓക്കെ, താങ്ക് യു ഭയ്യ. അപ്പൊ ചൂട് മാഗി ഉണ്ട്, അതുപോലെ തന്നെ ചൂടുള്ളതുകൊണ്ട് കേട്ടാ. പാവട്ടാ, ഇന്നലത്തെ മുതലുള്ള ഭക്ഷണം ഉൾപ്പെടെ പുള്ളിയാണ് എനിക്ക് തന്നത്. എന്താ പറയേണ്ടതെന്നറിയില്ല, അവിടെ വല്ലാത്ത സ്നേഹമാണ്. അത്രയും വിശ്വാസത്തോടെ പുള്ളിയുടെ കടയും കാര്യങ്ങളൊക്കെ നമ്മളെ എത്തിച്ചിട്ടാണ് പോയത്. പാവം. എൻ്റെ മേലൊരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടാ. അപ്പൊ അത് കാണാൻ വേണ്ടി നമ്മൾ പോണത്. ഞാൻ ഇത്ര നേരം റെസ്റ്റ് ഒക്കെ ആയിരുന്നു കേട്ടാ. ഇങ്ങനെ കുറച്ച് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ നല്ല രീതിയിൽ വെയിൽ വന്നിട്ടുണ്ട് കേട്ടാ. നമ്മൾ തണലുള്ള സ്ഥലങ്ങളിൽ നിൽക്കുമ്പോ നല്ല തണുപ്പായിരിക്കും. പക്ഷെ ഇപ്പൊ വെയിൽ വന്നതുകൊണ്ട് നമ്മൾ വെയിലുകൊണ്ടിരിക്കണായിരുന്നു കേട്ടാ. ഇനിയിപ്പോൾ അങ്ങാടേക്ക് കയറുന്തോറും എത്രമാത്രം വെയിലൊന്നല്ല തണുപ്പുണ്ടെന്ന് പിടുത്തമില്ല കേട്ടാ. നല്ല തണുപ്പായിരിക്കും. രാത്രിയിലൊക്കെ ഇന്നലെ നല്ല തണുപ്പായിരുന്നു കേട്ടാ. ഇതാണ് നമ്മൾ കയറി പോണ റൂട്ട് കേട്ടാ. ഇങ്ങനെ കയറി വേണം വാട്ടർഫാളിലേക്ക് എത്താൻ. ഓ, അവിടെ കാണാൻ പറ്റുന്ന കേട്ടാ. ഇതൊക്കെ ഒരു ഹിഡൻ വാട്ടർഫാളാണ് കേട്ടാ. എനിക്ക് തോന്നുന്നല്ലോ ഇവിടെയൊക്കെ അധികം ആൾക്കാർ വന്ന് കാണുന്ന സ്ഥലമാണെന്നേ. കാരണം ശ്രദ്ധിക്കൂല, നോക്കുമ്പോൾ അടിയിൽ കൂടെ ചെറിയ രീതിയിൽ വെള്ളം ഒഴുകി പോകണം മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ഒരു ഏരിയയിലൊക്കെ നല്ല തണുപ്പുണ്ട് കേട്ടാ. കാരണം നല്ല തണലാണ് ഈ മരങ്ങളൊക്കെ ഇരിക്കണോണ്ട്. നമ്മൾ അടിയിൽ നിന്നാണ്ട് ഇങ്ങനെ കയറി വന്നാൽ അവിടെയൊക്കെ പട്ടാളത്തിൻ്റെ വണ്ടികൾ ഇഷ്ടംമാതിരി പോകുന്നുണ്ട്. ഇതൊക്കെ അതിൻ്റെ ഭാഗം കേട്ടോ. നമ്മളിങ്ങനെ കുറച്ചും കൂടെ കയറി പോകണം, എന്നാലേ അവിടെ എത്തുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ മേലൊരു ടവർ പോലത്തെ സംഭവം ഉണ്ടൊക്കെ. അങ്ങനെ നമ്മൾ വാട്ടർഫാളിൻ്റെ അവിടെ എത്തിയേട്ടാ. നോക്കിയാൽ ഒരു ചെറിയൊരു വാട്ടർഫാളാണ്, നല്ല തണുപ്പുണ്ട് കേട്ടാ. ഈ ഒരു വാട്ടർഫാളിൻ്റെ സൗണ്ടാണ് നമ്മൾ രാവിലെയൊക്കെ മൊത്തം കേട്ടോണ്ടിരിക്കുന്നത് അടിയിൽ. ഇന്നലെ രാത്രിയിലൊക്കെ നല്ല സൗണ്ടാണ്, കാരണം നല്ല രീതിയിൽ പവർ ഉണ്ട് കേട്ടോ വെള്ളത്തിൽ. ഇതൊരു ചെറിയൊരു ടവറാണ്. നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ വ്യൂ അടിപൊളിയാക്കിയിട്ടു കേട്ടോ. നോക്കിയേ, കിട്ടുന്നതല്ലേ. നമ്മൾ ആദ്യമായിട്ടാണ് അരുണാചൽ വന്നിട്ടൊരു വാട്ടർഫാൾ കാണുന്നത് കേട്ടാ. നല്ല കിടിലം വെള്ളച്ചാട്ടം കേട്ടോ, ഒരു രക്ഷയിലാട്ടോ. നല്ല തണുപ്പ് ഫീൽ ചെയ്യണ്ട് മക്കളെ. ഇവിടെയൊക്കെ നമ്മള് ടെന്റ് അടിക്കാറുന്നേട്ടാ. ഇവിടെ നമുക്ക് ടെന്റ് അടിക്കാറുന്നേട്ടാ. ശരിക്കും ഞാൻ ഇന്നലെ ഒട്ടും പ്രതീക്ഷയില്ല. എന്നോട് ആ ഒരു കടക്കാരൻ ഇന്ന് രാവിലെ ഉണ്ട് എന്നോട് പറഞ്ഞത്. നമ്മൾ നോക്കുമ്പോ എന്താ വെള്ളം ഇങ്ങനെ ചെറിയ രീതിയിൽ അടിയിൽ ഒഴുകി പറഞ്ഞെന്ന് വിചാരിക്കണം. പക്ഷെ ഇത് മേളിലുണ്ടെന്ന് ഒട്ടും പ്രതീക്ഷയില്ല. ഒരു രക്ഷയിലാട്ടോ. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കൊടുത്തേക്കാം ഇതില്. അപ്പൊ നിങ്ങൾ വന്ന ആൾക്കാരാണെങ്കിൽ അന്ന് ഇവിടെ കണ്ടിട്ട് ഒന്ന് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യണം കേട്ടാ. അപ്പൊ എന്തായാലും നമുക്ക് ഇവിടുന്ന് പയ്യെ ഇറങ്ങാം. എന്നിട്ട് നമുക്ക് വേണം ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ കേട്ടോ. കാരണം ഇനിയിപ്പോ തവാങ് പിടിക്കണം. തവാങ്ങിൽ നിന്ന് എത്തൂല. തിരിച്ച് വന്നവഴിക്ക് ഞാൻ ഒരുപാട് എക്സ്പ്ലോർ ചെയ്ത് വരാനായിട്ട് പ്ലാൻ. കാരണം ഫസ്റ്റ് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുംല പാസ് ആണ്. ബുംല പാസ് നമ്മൾ കയറിയില്ലെങ്കിൽ, ഇപ്പൊ കയറാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ കയറാൻ പറ്റുമെന്ന് എനിക്കൊരു പിടുത്തമില്ല കേട്ടാ. ആദ്യം ബുംല പാസിലേക്ക് കയറാൻ പെർമിഷൻ കിട്ടുമെന്ന് നോക്കണം കേട്ടാ. അങ്ങനെ നമ്മുടെ വാട്ടർഫാളിന്റെ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ ഭയ്യനോട് യാത്ര പറയാണ്. ഭയ്യ ओके जाएगा और बढ़िया से आपको और मौसम अच्छा हो और बढ़िया से घूमने मिल जाओ आप। ओ बढ़िया से आप वापस आने के टाइम आएगा, जरूर मिलेगा. ഓക്കെ, താങ്ക് യു ഭയ്യ, മിലേങ്കെ. അങ്ങനെ നമ്മൾ പുള്ളീനോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. കാലാവസ്ഥ വലിയ കുഴപ്പമില്ല കേട്ടോ. ചിലയിടത്ത് വെയിലും ചിലയിടത്ത് തണലും ഉണ്ട്. ഈ തണലെല്ലായിടത്തും ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ നിൽക്കുന്ന തണലുള്ളിടത്താണ് നല്ല തണുപ്പുണ്ട്. അതുപോലെ തന്നെ ഇതാട്ടോ മനു ക്യാമ്പ് എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെയൊക്കെ അത്യാവശ്യം വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പോകണമെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നും ഒരു റൈഡറിനെ കണ്ടുപിട്ടി. പേര് തമിഴ്നാട്ടിൽ എങ്ക ഊര്? തമിഴ്ல மதுரை മധുரை. மதுரை. ஓ, அங்கிருந்து எவ்வளவு நாள் ஆச்சு? அங்க இருந்து 20 நாள் ஆச்சு. 20 நாள் ஆச்சு. எங்கெல்லாம் சுத்தி? எங்க போனோம், நேரா நம்ம ஊர்ல இருந்து கிளம்பி ஆந்திரா, விஜயவாடா, விசாகப்பட்டினம், அப்புறம் ஒடிசால இருந்து நேரா வெஸ்ட் பெங்கால் துர்காபுரம் வந்தோம். வந்துட்டு டார்ஜிலிங், சிலிகுரி டு டார்ஜிலிங் டு சிக்கிம். சிக்கிம்ல ஒரு 6 நாள் இருந்துட்டு
அப்புறம் நேராக ஷில்லாங்கில் ஒரு 3 நாள், மேகாலயாவில் 3 நாள் இருந்துட்டு அப்புறம் அங்கேருந்து இங்கே வந்தோம். நம்ம இங்கிருந்து தவாங்கிருந்து தவாங்கிலேருந்து ஆமாம் பூம்லா போயிட்டு ரிட்டர்ன். அப்படியே ரிட்டர்ன். ബൈക്കിലതാ? ബൈക്കിൽ தான். ഓ സേഫ് ജേണി ബ്രോ, സേഫ് ജേണി. താങ്ക്സ് ബ്രോ. നമ്മളെ ഇപ്പം ആ ഒരു ബ്രോനോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങിയേട്ടാ. ഞങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടുപിടിയേട്ടാ. പുള്ളി നിർത്തുന്ന ഒട്ടും പ്രതീക്ഷയില്ല. നമ്മൾ പോകണേക്കൊക്കെ ഒരുപാട് റൈഡേഴ്സ് കണ്ട് നിർത്തി വർത്താനൊക്കെ പറയാറുണ്ട് കേട്ടാ. ഇപ്പോൾ തമിഴ്നാട്ടിലിപ്പോൾ ഒരു 2, 3, 4 ആളെന്ന് തോന്നുന്നു നമ്മൾ കണ്ടത് ഈ ഒരു അരുണാചലിൽ കയറിയിട്ട്. എന്തായാലും സന്തോഷമുണ്ട്. തമിഴ്നാട് മാത്രമല്ല, കേരളത്തിലെ ആൾക്കാർ ഒരുപാട് പേര് നമ്മൾ കാണുന്നുണ്ട്. ഇതേപോലെ ഓരോരുത്തർ വന്ന് നിർത്തി സംസാരിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷമില്ലേ, അത് വേറെ തന്നെ കേട്ടോ. നമ്മൾ സഞ്ചരിക്കാൻ റൂട്ടൊക്കെ അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ ബൈക്ക് റൈഡേഴ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും കേട്ടോ ഈ ഒരു റൂട്ടൊക്കെ. ഓക്കെ ബ്രോ. ഇവിടെയും ഒരു ചെറിയൊരു ബുദ്ധിസ്റ്റ് സ്റ്റാച്ചു ഉണ്ട് കേട്ടോ. ഇതൊരു ടെമ്പിളാണെന്ന് തോന്നുന്നു. ബുദ്ധിസ്റ്റ് ഇത് തന്നെയാണോന്ന് എനിക്കറിയില്ല കേട്ടോ. ഇവിടെ പേര് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. നമ്മൾ പോണ വഴിക്ക് വീണ്ടും രണ്ടുപേരെ കണ്ടുപിട്ടി. എങ്ങനെ പേര്? എങ്ങനെ? മെറിൻ. എങ്ങനെ പേര്? എവിടെ നാട്ടില്? എനിക്ക് കന്യാകുമാരി, തൂത്തുക്കുടി. ഓ, രണ്ടുപേരും ഫ്രണ്ട്സാ? ട്രാവൽ മീറ്റ്. ഓ, ട്രാവലിന് ഫ്രണ്ടായി. ഓ, എങ്ങനെ എത്ര ദിവസമായി? എനിക്ക് 1 മാസമായി. ഞാൻ മണാലിയിൽ നിന്ന് ഡയറക്റ്റ് വെസ്റ്റ് ബംഗാൾ വന്നിട്ട് രണ്ടിലെടുത്തായി സ്കൂട്ടി. നിങ്ങ 16 ആഴ്ച തൂത്തുക്കുടിന്ന് റൂട്ട് എങ്ങനെ? ചെന്നൈ, ആന്ധ്ര, ഒഡീസ, വെസ്റ്റ് ബംഗാൾ, ഡാർജിലിംഗ്, സിക്കിം, അസം, മേഘാലയ, അരുണാചൽ, റിട്ടേൺ വീട്ടിൽ. ഓ, നിങ്ങള് മണാലി? ഞാനും ആക്ച്വലി വഡോദര. പിന്നെ വഡോദരന്ന് മണാലി ഒരു 15-20 ദിവസം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ നേരെ വെസ്റ്റ് ബംഗാൾ സിലിഗുറിന്ന് അപ്പുറം ഡാർജിലിംഗ് അവർ കൂടെ അങ്ങനെ പോയി. സ്കൂട്ടിയിലായി. ഈ സ്കൂട്ടിയില് വെസ്റ്റ് ബംഗാൾ, സിക്കിം, മേഘാലയ, അത് തമിഴ്നാട്. അങ്ങനെ പോകുന്നേ. അപ്പൊ എന്തായാലും കണ്ടതിന് സന്തോഷം. യാത്രകൾ ഉഷാറാട്ടെ. സേഫ് ജേണി. അങ്ങനെ നമ്മൾ ഡിറാങ് എത്തിയട്ടാ. ഈ കാണാനൊക്കെ ഡിറാങ്ങിന്റെ ഭാഗങ്ങളാണ്. അടിയിൽ ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ട് കേട്ടാ. അതുപോലെ തന്നെ ഇവിടെ ഒഴുകണ നദി എന്ന് പറയുന്നത് ഡിറാങ് റിവറാണ്. നല്ല ക്ലിയർ ഉണ്ട് കേട്ടോ വെള്ളത്തിന്, അങ്ങനെ കലങ്ങിയതൊന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ അടിയിലൊക്കെ എന്തോ ഹോം സ്റ്റേ ആണ്. ഈ കാണൊക്കെ ഹോം സ്റ്റേ ആണെന്നാണ് കേട്ടോ. ഇല്ല, അവിടെയൊക്കെ അത്യാവശ്യം ഹോം സ്റ്റേസ് ഒക്കെ ഉണ്ട്. പക്ഷെ നല്ല വ്യൂ ആട്ടോ, നല്ല ക്ലിയർ ഉണ്ട് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോ. എന്നാലും നമ്മൾ റിട്ടേൺ വന്ന വയ്ക്കാണ്ട് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പ്ലാൻ ഇട്ടേക്കാണ്. ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഇവിടെ കുറേ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുംല കയറിയിട്ട് റിട്ടേൺ ഈ വഴി തന്നെയാണ് നമ്മൾ വന്നത്. റിട്ടേൺ വന്നതും നമ്മൾ ചവിട്ടിയായിട്ട് വന്നത്. അപ്പോൾ എന്തായാലും എക്സ്പ്ലോർ ചെയ്യും. ഇനി അടുത്തതെന്ന് പറയുന്ന ടാസ്ക് നമ്മുടെ സെലാപാസാണ്. പഠിച്ചാൽ എനിക്കറിയാം എന്താവുന്നു. അപ്പോൾ എന്തായാലും പയ്യെ കയറാട്ടാ. എൻ്റെ ഫ്ലാഗ് ഇങ്ങനെ ഇരുന്ന് പറക്കണം. എനിക്ക് നല്ല കാറ്റുണ്ട് കേട്ടോ ഇവിടെ. ഈ കാണുന്നതാണ് ഡിറാങ്ങിൻ്റെ കവാടം കേട്ടോ. വെൽക്കം ടു ഡിറാങ്. അങ്ങനെ നമ്മൾ ഡിറാങ്ങിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് മക്കളെ. ഡിറാങ് എന്ന് പറയുന്നത് ഒരു വലിയൊരു ടൗണാണ് കേട്ടോ. ഇനി ഇവിടെ നിന്ന് വേണം നമ്മൾ, അതായത് ഇതെല്ലാം ഒറ്റ റൂട്ടാണ്. നമ്മൾ തവാങ്ങിലേക്ക് പോകണം, മെയിൻ റൂട്ടാണ് ഈ റൂട്ട് എന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ റിട്ടേൺ നമുക്ക് പോകണ വഴിയിലും ഈ റൂട്ട് തന്നെ പോകണം. നമ്മളെ ഈ ഒരു അടിക്കാണ് കയറ്റമല്ലേ, ആ ഒരു വണ്ടികൾ വന്നാണ്ടില്ലേ, ആ കയറ്റം ഇങ്ങനെ കയറി ഇപ്പോൾ ഇവിടെ എത്തിയേട്ടാ. ഇനിയും കയറാനുണ്ട് നമുക്ക്. അതുപോലെ തന്നെ അവിടെയൊക്കെ കാണുന്ന വീടുകൾ നിങ്ങൾ കാണണല്ലേ, അത് ശരിക്കും പഴയ കാല വീടുകളാട്ടോ. മരങ്ങൾ വെച്ചുണ്ടാക്കിയ വീടാണ് ഈ കാണുന്ന വീടുകളില്ലേ. ഇത് മൊത്തം ഇങ്ങനെ മരങ്ങൾ വെച്ച് ഉണ്ടാക്കിയാണ്ട്, മരങ്ങളും അതുപോലെ തന്നെ കല്ലൊക്കെ വെച്ച് ഉണ്ടാക്കിയാണ്. അങ്ങാടേക്ക് പോകാനുള്ള റൂട്ടൊക്കെ ഉണ്ട് അടിയിൽ. ഇവരിങ്ങനെ പണിത് വെച്ചേക്കനെയാണ് അടിയിലെ ഈ റൂട്ട്. ഇങ്ങനെ പോകട്ടോ. അവർ ഫുള്ള് ഒറ്റപ്പെട്ട ജീവിതം ഉണ്ടാവണ്ട, വല്ലാത്ത പീസ്ഫുൾ ആയിക്കോട്ടെ അവർക്ക്. പിന്നെ സാധനങ്ങളൊക്കെ മേടിക്കണം ഇത്ര അടിയിലേക്ക് വന്നു കേട്ടോ. അതായത് ഇങ്ങനെ കറയും ഇങ്ങനെ അടിയിലേക്ക് വന്നും, എന്നാലും എന്തെങ്കിലും കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ പോണ റൂട്ടാണ്ട് ഇത്. നല്ല തണുപ്പുണ്ട്, ഇപ്പോൾ കാറ്റ് വീശാണ്ട് കേട്ടോ. നല്ല തണുപ്പുണ്ട്, നല്ല തണുത്ത കാറ്റാ വീശുന്ന. കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ വെയിലുണ്ടെങ്കിലും നല്ല തണുപ്പുണ്ട്. ഈ ഒരു ടൈം എന്ന് പറയുന്നത് നവംബറാണ്. അത് നിങ്ങൾ ആലോചിക്കണം കേട്ടോ. ശരിക്കും ഡിറാങ് എന്ന് പറഞ്ഞ ടൗൺ ഉണ്ടല്ലോ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. കിടിലം വ്യൂ ആണ്. ഞാൻ ആദ്യം വിചാരിച്ചത് നമ്മൾ വന്ന ടൈമിൽ കണ്ടില്ലേ അതായിരിക്കും നല്ല പ്രതീക്ഷ. പക്ഷെ അതല്ല, ഇത് ഈ കാണുന്നതാണ് മക്കളെ ഡിറാങ് കേട്ടോ. എന്ത് കിടിലനാന്ന് നോക്കിയേ. പക്ഷെ എൻ്റെ മോനെ
ഇവിടേക്ക് നമുക്ക് ഇറങ്ങി വേണം കേട്ടോ ചെല്ലാൻ. അത് ഇനി എനിക്ക് തോന്നുന്നു അറ്റത്തെ റൂട്ടാന്ന് തോന്നുന്നത് നമ്മൾ സെലാപ്പാസ് പോണത്. ഇനിയിപ്പോൾ സെലാപ്പാസ്, തവാങ്, ബുംല, എന്തോരം സ്ഥലങ്ങളതിന് കറങ്ങാനുള്ളത്. കിടിലം വ്യൂ അല്ലേ. നമ്മൾ ലോങ് ഷോട്ടാണ് എടുത്തത്. നമ്മുടെ കയ്യിൽ ഡ്രോണൊന്നുമില്ല. ഇങ്ങനെയുള്ള നല്ല കിടിലം വ്യൂ പോയിൻ്റൊക്കെ വരുമ്പോൾ മാക്സിമം നമ്മൾ ഉൾപ്പെടുത്താൻ നോക്കാം കേട്ടോ. ഇനി ഇവിടുന്ന് കുറച്ചങ്ങ് ഇറങ്ങി വേണം പോകാൻ. ഇവിടുന്ന് ഇനി 2 കിലോമീറ്ററും കൂടെ ഉള്ളൂ കേട്ടോ ഡിറാങ്ങിലേക്ക്. ഇപ്പോൾ ഉള്ളത് നമ്മളിപ്പോൾ ഉള്ളത് ഡിറാങ്ങിൽ തന്നെയാണ്. നമ്മളെ ഇന്ന് താമസിക്കേണ്ട ഇവിടെ ഒരു ഹോട്ടലുണ്ട് കേട്ടോ. ഈ കാണുന്ന റീജിയൽ ഹോട്ടലിലാണ് നമ്മളിന്ന് താമസിക്കണത്. ഞാൻ ഇവിടുത്തെ വന്നവയ്ക്കൊരു പുള്ളീനെ കണ്ടിട്ടാ. അപ്പോൾ ആ ഒരു പുള്ളിയാണ് നമുക്ക് ഇവിടെ താമസവും കാര്യങ്ങളും സെറ്റാക്കി തന്നേട്ടാ. അപ്പോൾ ഈ ഒരു ഹോട്ടലാണ് നമ്മൾ താമസിക്കണ. हाय भैया, आपका नाम? मेरा नाम सोनम है। सोनम। ये तो आपका प्रॉपर्टी है ना? हाँ, मेरा प्रॉपर्टी। अच्छा अच्छा, इसका नाम क्या है? होटल रीजल होटल है ना? अच्छा, ये तो कितना साल हो गया भैया? अभी जस्ट नया बनाया ना? अच्छा अच्छा, ये तो आपका घर है? मेरा प्रॉपर्टी। अच्छा, मतलब घर यहाँ पे? अच्छा 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 भैया, താങ്ക് യു സോ മച്ച്. നമ്മളെ ഇനിയിപ്പോൾ പോണത് ഇവിടെ ഒരു മൊണാസ്ട്രി കാണാൻ വേണ്ടിയാണ് കേട്ടോ. ഇവിടെ കുറച്ച് പിള്ളേരുണ്ട്. ഹായ് हाय, तो रेस चलेगा आप लोग? रेस? ओ ओ मोनास्ट्रीलेक होने टा. आप भी आएगा मेरे साथ? आओ आओ. എല്ലാം ഉണ്ട് കേട്ടാ, ചെറുതും വലുതും. क्या क्या होगा? कहाँ जाएगा आप? क्या जाएगा? मोनास्ट्री जाएगा? मोनास्ट्री? हाँ, मैं तो मोनास्ट्री जाएगा. अब कहाँ जाएगा? अभी आएगा मेरे साथ? अच्छा, आप कहाँ रहता मोनास्ट्री? वो मोनास्ट्री का नाम क्या है मालूम है? मोनास्ट्री का नाम? मोनास्ट्री का नाम क्या है? पता नहीं. क्यों? आप कितना क्लास में पढ़ाई करेगा? कितना क्लास? 2 3 में? ओ नहीं 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 नहीं. ओ बा. आप कितना क्लास में? नर्सरी? नर्सरी में. आप 1 में? अच्छा. क्या होगा? क्या होगा छोटू? बम शॉट. हाँ, खाता है मैं. अच्छा है. खाता है. आप खाता है? हाँ. ഇവിടെ ഉള്ളത് ഫുള്ള് ഹോം സ്റ്റേ ആണ്. ഈ കാണാനൊക്കെ ഹോം സ്റ്റേ ആണ്. അതുപോലെ തന്നെ നമ്മൾ വന്നതില്ലേ ആ പുള്ളിയുടെ ഹോം സ്റ്റേ ആണ്. പാവട്ടാ, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. പുള്ളി നമ്മളെ ഇൻവൈറ്റ് ചെയ്തേട്ടാ. അടിപൊളി മനുഷ്യനാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, കാരണം പുള്ളി നമ്മളെ ഒരുപാട് സഹായിച്ചേട്ടാ പാവം. അപ്പോൾ ഈ ഒരു പിള്ളേർ നമ്മുടെ കൂടെ വന്നെയാണ് മൊണാസ്ട്രിയിലേക്ക്. മാറി ആള് ദിവസം കണ്ട എല്ലാവരും കല്ലൊക്കെ എടുത്ത് അങ്ങാടി ഇങ്ങോട്ട് കയറി കളിക്കാണ്ട്. നമ്മളെ ഇവിടെ ഒരു മൊണാസ്ട്രി ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വന്നതാണ്. ഇത് കണ്ടില്ലേ, ഇവിടെ ഒരു സ്തൂപം ഉണ്ട് കേട്ടോ. ഇപ്പം നല്ല രീതിയിൽ ഇരുട്ടി തുടങ്ങി. ഏകദേശം 4:45 ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോഴാണ് കാലാവസ്ഥ ഇങ്ങനെ ഇരുട്ടി തുടങ്ങിയത്. ഇവിടെ അതുപോലെ തന്നെ ഫുട്ബോൾ കളിക്കാൻ കേട്ടോ. ഈ പിള്ളേരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രാമത്തിലുള്ള ആൾക്കാരാണ്. ഇവർ ശരിക്കും ബുദ്ധിസ്റ്റാണ്. ഇവർ ബുദ്ധിസം പഠിക്കുന്ന പിള്ളേരാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്കൂൾ പോലത്തെ എന്തോ സംഭവം ഉണ്ടെന്ന് തോന്നുന്നു. കണ്ടില്ലേ, എല്ലാവരും മുട്ടയടിച്ചേക്കണുണ്ടല്ലേ. ശരിക്കും ഇവർ ഈ ലാമാസ് ആകാൻ വേണ്ടി പഠിക്കുന്ന പിള്ളേരാണ് കേട്ടോ. അപ്പോൾ അവർക്കുള്ളൊരു എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ എൻജോയ്മെൻ്റ് ആണ് ഈ ഒരു ഫുട്ബോൾ കളി. അപ്പോൾ അവരുടെ കോച്ചും ഇവിടുത്തെ ആരോ തോന്നണ്ടാ. പുള്ളി എന്തോ ലാമയാണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെയുള്ള ലാമാസൊക്കെ എല്ലാം ഫുട്ബോൾ കളിക്കാറുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. ശരിക്കും എല്ലാ ബുദ്ധിസ്റ്റ് ടെമ്പിളുകളിലും ഇതൊക്കെ തന്നെയാണ് നമ്മൾ കണ്ട കാഴ്ചകൾ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് പ്രത്യേകിച്ച് വേറൊന്നുമില്ല കേട്ടോ. മുമ്പ് ഇവിടെ ചെറിയൊരു കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ടീ ഷോപ്പാണ്. മൊണാസ്ട്രിയുടെ പേര് തുപ്സെങ് ഡാർജിലിംഗ് എന്നാണ് കേട്ടോ പേര്. ഇതിൻ്റെയൊക്കെ ഒരു ഇൻറ്റീരിയർ ഉണ്ടല്ലേ. ഇവൻ്റെ എല്ലാ ടെമ്പിളുകളിലും ഇതേപോലത്തെ ഇൻറ്റീരിയർ ആണ് കേട്ടോ. കാരണം ഇവൻ്റെ ആ ഒരു ട്രഡീഷണലാണ് ഈ ഒരു ഇൻറ്റീരിയർ തന്നെ. ഇതിനൊക്കെ അത്യാവശ്യം ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ അല്ലേ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഹോം സ്റ്റേ സെറ്റപ്പൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ തങ്ങാം. വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ. എനിക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ തങ്ങാം കേട്ടോ, ഫ്രീ ഓഫ് കോസ്റ്റ്. നമ്മളൊരുമാതിരി ചൈനയിലൊക്കെ വന്നൊരു ഫീലാണ് കേട്ടോ.
അങ്ങനത്തെ ഒരു ടെമ്പിൾ. ഇവരുടെ മുന്നിൽ വെച്ചൊന്നും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം ഇവരുടെ ടിബറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ചൈനയുടെ ഭാഗമല്ല, അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും പറയാൻ പാടില്ല. നമുക്ക് എന്തായാലും ഈ ഒരു മൊണാസ്ട്രിയുടെ ഉള്ളിലേക്ക് കയറാം. എന്നാലും നമ്മുടെ ചെരുപ്പ് കാര്യങ്ങളൊക്കെ ഊരണം കേട്ടോ, എന്നാൽ മാത്രമേ മൊണാസ്ട്രിയുടെ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ. നമ്മൾ മൊണാസ്ട്രിയുടെ ഉള്ളിൽ കയറിയിരിക്കണേണ്ട. ഇതാണ് മൊണാസ്ട്രി. അപ്പോൾ ഇവിടെ ഇവർ ഇങ്ങനെ അടച്ചു വെച്ചേക്കണേണ്ട, കാരണം ഇവിടെയാണ് ഇവരുടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലം. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചേക്കണേണ്ട. അത് ഒച്ചെടുക്കാത്ത വേറൊന്നുമില്ല കേട്ടോ, ഇതിവിടെ പ്രാർത്ഥിക്കുന്നുണ്ട് ആൾക്കാർ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് ഒച്ചെടുക്കാതെ കേട്ടോ. ഇതുണ്ടല്ല, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട മൊണാസ്ട്രിയുടെ ആ ഒരു സ്ട്രക്ചർ തന്നെയാണ് ഇതിലും. അതുപോലെ തന്നെ ബുദ്ധയുടെ സ്റ്റാച്ചു കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ ദലൈലാമയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. നമ്മളങ്ങനെ ഈ ഒരു മൊണാസ്ട്രിയുടെ ഉള്ളിൽ കയറിയാട്ടാ. മൊണാസ്ട്രിയുടെ ഉള്ളിൽ എല്ലാ മൊണാസ്ട്രിയിലുള്ള പോലത്തെ ഒരു സെയിം കാര്യങ്ങൾ തന്നെയാണ്. അതായത് ബുദ്ധയുടെ സ്റ്റാച്ചു ഉണ്ട്, അതുപോലെ തന്നെ ഈ പറഞ്ഞ പ്രാർത്ഥനയുടെ ഒരു സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ദലൈലാമയുടെ ഒരു ചിത്രമുണ്ട്. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇപ്പം നല്ല രീതിയിൽ ഇരുട്ടി തുടങ്ങി കേട്ടോ. 4:50 നല്ല രീതിയിൽ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ കേട്ടോ. നമ്മൾ ഇന്ന് താമസിക്കേണ്ട മുറിയാണ് ഈ കാണുന്നത്. നല്ല അടിപൊളി റൂമും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ബാഗ് സാധനങ്ങൾ എല്ലാം ഉണ്ട് കേട്ടോ. TV, പിന്നെ അതുപോലെ ബാത്റൂമൊക്കെ എല്ലാം സെറ്റാണ് കേട്ടോ. അല്ലേ, ബാത്റൂമൊക്കെ എല്ലാം സെറ്റാണ്. അതുപോലെ തന്നെ നമ്മളൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ടാ. നല്ല തണുപ്പുണ്ട് പുറത്ത്, ഏകദേശം 10-11 ഡിഗ്രി ആയിട്ട് ഇപ്പോൾ ടെമ്പറേച്ചർ. ഭയങ്കര തണുപ്പാണ്. അതുകൊണ്ട് ഞാൻ നല്ല കിടിലൻ ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്നുണ്ടാ. നല്ല തണുപ്പുണ്ട്. 3 ലെയർ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടാ. ഇനിയിപ്പോൾ ജാക്കറ്റ് ഇരിപ്പുണ്ട്. ഇൻ കേസ് ഇനി തണുപ്പ് കൂടുതലാണെങ്കിൽ ജാക്കറ്റ് എടുത്തിടാണ്ടാ. അപ്പോൾ ഇവർ ഫുഡ് കാര്യങ്ങളെല്ലാം തന്ന്, ഫുഡ് എല്ലാ സെറ്റപ്പും ഉണ്ടാകുന്നു. പിന്നെ അതുപോലെ തന്നെ വേറെ ഗസ്റ്റും ഉണ്ട് കേട്ടോ ഈ ഒരു ഹോട്ടലിൽ. അപ്പോൾ അവരൊക്കെ ഇട്ട് വർത്താനൊക്കെ പറഞ്ഞ് എല്ലാവർക്കും ഭയങ്കര കാര്യം വന്നിട്ടാ. അപ്പോൾ അവരുടെ ചെറിയ കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഞങ്ങൾ ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ച് സെറ്റ് ആർന്നിട്ടാ. അപ്പോൾ എന്തായാലും നമ്മൾ നാളെ ഇവിടുന്ന് തവാങ് റൂട്ട് പിടിക്കാനാണ് പ്ലാൻ. അപ്പോൾ എന്തായാലും പോണേ നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വന്നായിക്കോട്ടെ.